ഒന്നുകൂടി കേട്ടോളൂ, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. കുമ്പോൽ പ്രദേശത്തുള്ള യുവാക്കളോട് ഞാൻ പ്രത്യേകം പറയുന്നു, ഞാൻ ഇവിടെ എത്തിയപ്പോ അന്വേഷിച്ചപ്പോ 1 വർഷമായി ഉറൂസുകൾക്കുള്ള ആഘോഷത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് യുവാക്കൾ. ഇതൊരു ത്യാഗമാണെന്ന് വിചാരിക്കുന്നു, ഇത് റബ്ബിന്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു, അള്ളാഹുവിന്റെ പരലോകത്ത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ പടച്ചവനിഷ്ടമില്ലാത്ത ഒരുക്കമാണ് നമ്മൾ നടത്തുന്നത്. അതിനുള്ള തെളിവാണ് ഞാൻ പറയുന്നത്. ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോളൂ. വഫാത്താകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നുകൊണ്ട് പറയുന്ന വാക്കെന്താണെന്നറിയോ? ലഅനത്തുല്ലാഹ് അലൽ യഹൂദി വന്നസ്വാറ. അല്ലാഹുവിന്റെ ശാപമുണ്ട് അലൽ യഹൂദി വന്നസ്വാറ. യഹൂദികൾക്ക് നസ്വാറാക്കൾക്ക് ജൂത ക്രിസ്ത്യാനികൾക്ക് റബ്ബിന്റെ ശാപമുണ്ട്. എന്താ കാരണമെന്നറിയുമോ? ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. അവർ അംബിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റിയവരാണ്, സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിയവരാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അംബിയാക്കന്മാരുടെ ഖബറിടങ്ങളെ സുജൂദ് ചെയ്യുന്ന ആരാധനക്കുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റി. ആര്? ക്രൈസ്തവർ. ആര്? യഹൂദികൾ. അവർക്കൊരു നബിയുടെ ഖബർ കിട്ടിയാൽ, നിങ്ങൾ ക്രിസ്ത്യാനികളുടെ സെമിത്തേരിയിൽ പോയി നോക്കൂ, അവർ മാർബിൾ ഒട്ടിച്ച് ടൈൽസ് ഒട്ടിച്ച ഖബറുകളെ നിങ്ങൾക്ക് കാണാം, അല്ലേ? കാണാൻ പറ്റില്ലേ? എന്നാൽ അവരുടെ സ്വഭാവമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്താകുന്നെന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? എന്താ പ്രത്യേകിച്ച് നോട്ട് ചെയ്തോളൂ നിങ്ങള്. അവർക്ക് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ ഖബറുകൾ കിട്ടിയാൽ അവരതിനെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റും. ഇനി കുമ്പോൽ പ്രദേശത്തെ ചെറുപ്പക്കാർ ശ്രദ്ധിച്ചു കേട്ടോളൂ, വമ്പ്രാനയിലെ യുവാക്കളെ ശ്രദ്ധിച്ചു കേട്ടോളൂ. എന്താ കേൾക്കേണ്ടത്? അവിടെ വെച്ച് ആ മടിത്തട്ടിൽ കിടന്ന് കാല് ചുരുട്ടുന്നു, കാല് നിവർത്തുന്നു, കൈകൾ ഉയർത്തുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോവാൻ ഒരുങ്ങുകയാണ്. ആ സമയത്ത് ചുണ്ടുകൾ ഇങ്ങനെ ഇളകുന്നു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ശ്രദ്ധിച്ചു കേൾക്കുന്നു. എന്താ പറയുന്നതെന്ന് അറിയുമോ? അള്ളാഹുവിനോട് 2 പ്രാർത്ഥന നടത്തുകയാണ്. തങ്ങളായ നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തജ്അൽ ഖബരി വതനൻ യുഅബദ്. പടച്ചോനെ, എന്റെ ഖബറിനെ, അല്ലാഹുവേ, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കി കൊടുക്കരുത് റബ്ബേ. ഈ നാടിന്റെ പരിസരത്ത് ഖബറുമായി ബന്ധപ്പെട്ട്, ജാറവുമായി ബന്ധപ്പെട്ട് ഉറൂസിന് വേണ്ടി ഒരുങ്ങുമ്പോ, തോരണങ്ങൾ തൂക്കാൻ ഒരുങ്ങുമ്പോ, അതിന്റെ ആഘോഷത്തിന്റെ തിമിർപ്പുകളിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോ, ലോകം കണ്ട ഏറ്റവും വലിയ റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നെന്ന് പോലും, വഫാത്താകുന്നെന്ന് പോലും യുവാക്കളെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് പറയുന്നത്, എന്റെ ഖബറിനെ ഒരിക്കലും നീ ഒരു ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി വിട്ടുകൊടുക്കരുത് റബ്ബേ. അവസാനിപ്പിച്ചില്ല. 2ാമത്തെ പ്രാർത്ഥന കൂടി കേട്ടോളൂ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തജ്അൽ ഖബരി ഈദാ, ലാ തജ്അൽ ഖബരി ഈദാ. പടച്ചവനെ, എന്റെ ഖബർ ഒരു ഉത്സവ പറമ്പാക്കി വിട്ടുകൊടുക്കരുത് പടച്ചോനെ. റബ്ബേ, എന്റെ ഖബറിനെ നീ ഒരു ഉത്സവ പറമ്പാക്കി, ഒരു ഉറൂസിന്റെ കേന്ദ്രമാക്കി മാറ്റിക്കൊടുക്കരുത് റബ്ബേ എന്ന് ലോകത്തുനിന്ന് വഫാത്താകുന്ന അന്ന് പോലും മുത്തറസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നാട്ടിലെ പണ്ഡിതന്മാരോട് പോയി ചോദിച്ചു നോക്കൂ നിങ്ങൾ. മുജാഹിദിന്റെ പ്രസംഗത്തിൽ കേട്ടതാണ്. വഫാത്താകുന്ന അന്ന് പോലും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്തായത് എന്ന് ശരിയാണോ എന്ന് അന്വേഷിച്ചു നോക്കൂ. ആ ദുആ ഇന്നും അള്ളാഹു സ്വീകരിച്ചത് കൊണ്ട് അതേ അവിടെ ഉറൂസില്ല. മുത്തുനബിയുടെ ഖബറിന്റെ മുമ്പിൽ ഒരു ചന്ദനത്തിരിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഖബറിന്റെ ചുറ്റും യന്ത്ര ഊഞ്ഞാലുകളും മരണക്കിണറുകളും സർക്കസ് കൂടാരങ്ങളും ഇല്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഖബറിൽ ഇവിടുന്ന് പോകുന്ന ഉംറക്കോ ഹജ്ജിനോ പോകുന്ന ആളുകൾ ആ മുത്തുനബിയുടെ ഖബറിന്റെ അടുക്കൽ ചെന്ന് സലാം പറയാൻ വേണ്ടി പോകുമ്പോ ഒരു പച്ചപ്പുതപ്പിട്ട് മൂടാൻ അനുവദിക്കുന്നില്ല. അവിടെ മുത്തുനബിയുടെ മുന്നിലേക്ക് കരങ്ങൾ നീട്ടി നബിയേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അനുവദിക്കുന്നില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥനക്കുള്ള ഉത്തരമാണത്. എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത് അല്ലാ. പടച്ചോനെ, എന്റെ ഖബറിനെ ഉത്സവ പറമ്പാക്കി കൊടുക്കരുത് അല്ലാ. ഒരു നാണയത്തൊട്ട് ഇവിടുന്ന് പോകുന്നവർക്ക് എറിയാൻ സമ്മതം കൊടുത്തിരുന്നെങ്കിൽ സൗദി ഗവൺമെന്റിന് മദീനയുടെ പരിസരത്ത് മാറ്റങ്ങളുടെ വിപ്ലവം സൃഷ്ടിക്കാനുള്ള വരുമാനം ഉണ്ടാകുമായിരുന്നു. ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും കോടികളും അവിടെ ഇടാൻ മുസ്ലിങ്ങൾ റെഡിയാകുമായിരുന്നു. അങ്ങനെ ഒരു ആചാരം പണമെറിഞ്ഞുകൊണ്ട്, കാണിക്ക സമർപ്പിച്ചുകൊണ്ട് ഒരു ആചാരമോ അനുഷ്ഠാനമോ ആരാധനയോ അള്ളാഹുവിന്റെ ദീനിലില്ലാത്തത് കൊണ്ട് സമ്മതിച്ചിട്ടില്ല. ഇന്നുവരെ സമ്മതിച്ചിട്ടില്ല. ആ പ്രാർത്ഥനയുടെ ഉത്തരമാണത്. എന്നിട്ടാണ് നമ്മുടെ നാടിന്റെ പരിസരത്തുള്ള, കുമ്പോൽ പരിസരത്തുള്ള യുവാക്കൾ 1 വർഷക്കാലമായി ഉറൂസിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഇത് ദീനാണെന്ന് വിചാരിച്ചിട്ട, ഇത് അള്ളാഹുവിന്റെ മതത്തിലുള്ളതാണ് എന്ന് കരുതിയിട്ട, ഇത് പടലോകത്ത് കൂലി കിട്ടുമെന്ന് വിചാരിച്ചിട്ട, ഇത് പടച്ചവന്റെ കോടതിയിൽ ഉപകാരപ്പെടുമെന്ന് കരുതിയിട്ട ഇല്ല സുഹൃത്തുക്കളെ. ഇത് അള്ളാഹുവിന്റെ ദീനിലില്ലാത്തതാണെന്ന് മനസ്സിലാക്കണം.
ഇത് മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മനുഷ്യരോടുള്ള ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പ്രയാസത്തിലോ വെറുപ്പിലോ പറയുന്നതല്ല. എന്നാൽ ഖബർ സിയാറത്തുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറിടം സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുൽ മൗത, അത് നിങ്ങൾക്ക് മരണബോധം ഉണ്ടാക്കി തരും. മറ്റൊരു ഹദീസിൽ കാണാം, സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കണം, ഖബറുകൾ നിങ്ങൾ സിയാറത്ത് ചെയ്യണം. ഫഇന്നഹാ, തീർച്ചയായും ആ സന്ദർശനമുണ്ടല്ലോ, നിങ്ങൾ ആ ഖബറിടങ്ങൾ സന്ദർശിക്കുന്നത് തുദക്കിറുകുമുൽ ആഖിറ, നിങ്ങൾക്കത് പരലോകബോധം ഉണ്ടാക്കി തരും. ഇബ്നു മാജയിലെ 1569 ഹദീസ്, വേറെ ഹദീസിലെ ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പോ ഖബർ സന്ദർശിക്കുന്നതിന് 2 ലക്ഷ്യമാണ്. ഒന്ന്, നിങ്ങൾക്ക് മരണബോധം ഉണ്ടാകാനാ, മറ്റൊന്ന് നിങ്ങൾക്ക് പരലോകബോധം ഉണ്ടാകാനാ. അതുകൊണ്ട് നിങ്ങൾ ഖബർ സന്ദർശിക്കണമെന്ന്, സിയാറത്ത് ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങൾ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുക. ഈ സിയാറത്ത് ഇസ്ലാം അനുവദിച്ച സിയാറത്താണ്. ഇതിനാണോ സിഎമ്മിന്റെ അടുക്കൽ പോകുന്നത്? ഇതിനാണോ മമ്പറത്ത് പോകുന്നത്? ഇതിനാണോ ഏർവാടിയിൽ പോകുന്നത്? ഇതിനാണോ നാഗൂരിൽ പോകുന്നത്? ഇതിനാണോ അജ്മീരിൽ പോകുന്നത്? ഇതിനാണോ ഉള്ളാളത്ത് പോകുന്നത്? ഇതിനാണോ കുമ്പോളിൽ വരുന്നത്? ഇതിനാണോ പ്രിയപ്പെട്ടവരെ അങ്ങ് കുഞ്ഞിപ്പള്ളിയിൽ പോകുന്നത്? ഇതിനാണോ തിരുവനന്തപുരത്ത് ഭീമാ ഉമ്മാച്ചയുടെ അടുക്കൽ പോകുന്നത്? ഇതിനാണോ കാസർഗോഡ് ജില്ലയുടെ വ്യത്യസ്തമായ ഖബർസ്ഥാനുകളിൽ പോകുന്നത്? ഖബർസ്ഥാനിൽ പോകുന്നത് നമുക്ക് മരണബോധം ഉണ്ടാകാനാ. അത് ബംബ്രാനയിൽ ഖബർസ്ഥാനുണ്ടോ? അവിടെ പോയാൽ മതി. അല്ല, നിങ്ങളുടെ പരിസര പ്രദേശത്ത് ഖബർസ്ഥാനുണ്ടോ? അവിടെ പോയാൽ മതി. ഖബറാളികൾക്ക് സലാം പറയുക, എന്നിട്ട് ഖബർ സന്ദർശിക്കുക. ആ ഖബറിലെ ശരിക്ക് ഖബറിനെ കുറിച്ച് ആലോചിക്കുക. സ്വാഭാവികമായി നമ്മുടെ മനസ്സുകളിലേക്ക് ഇങ്ങനെ മരണബോധം കയറി വരും. ഞാനും വരേണ്ടവനാണ് ഈ ഖബറിലേക്ക്, ഞാനും വന്ന് കിടക്കേണ്ടവനാണ് ഈ 6 അടി മണ്ണിൽ കുത്തിയിട്ട് റെഡിയാക്കി വെച്ച ഖബറുണ്ടവിടെ. അതിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ ഞാനും വന്ന് കിടക്കേണ്ടവനാണല്ലോ ഈ കുടുസതയുള്ള ഖബറിൽ എന്ന് നമ്മുടെ മനസ്സുകളിൽ ഇങ്ങനെ കയറി വരും. അതിനാണ് ഖബർ സിയാറത്ത് ചെയ്യണമെന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഖബർ പോലും ഒരു ചാണിനേക്കാൾ ഉയർന്നിട്ടില്ല. കളവ് പറയുന്നവർ ലോകത്തുണ്ട്, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഖബർ പോലും ഒരു ചാണിനേക്കാൾ ഉയർന്നിട്ടില്ല. ഞാനല്ല ഇത് പറയുന്നത്, സഹാബികളാണ് പറഞ്ഞത്.